പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നേരിട്ട് ഈ ആലയത്തിൽ കടന്നു വന്നും സൂം മീറ്റിങ്ങിലൂടെയും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവാനായ ദൈവത്തിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാരും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടുകൂടിയല്ലേ ഇരിക്കുന്നത് അല്ലേ? ഓക്കെ, ഒരു ഹല്ലേലൂയ പറഞ്ഞ എല്ലാവരും. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണ്, അതൊക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടേ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ അവർ ഓടിക്കളിക്കുന്നതും അവർ കൂട്ടുകൂടിയൊക്കെ വർത്തമാനം പറയുന്നു. എന്തൊരു സന്തോഷമാണെന്ന് പറയുന്നത് നമുക്ക് അല്ലേ? കുഞ്ഞുങ്ങളെ സന്തോഷമല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. ദൈവം നമുക്ക് ഇന്ന് ചിന്തിക്കാനായി തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനഭാഗത്തിലേക്ക് നമുക്ക് കടക്കാൻ പോകണം. മറ്റു വിഷയങ്ങളൊക്കെ മാറ്റിവെക്കുക. നമ്മുടെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ, ടെൻഷനുകൾ, ഭാരങ്ങൾ എന്തു തന്നെയായാലും അതൊക്കെ നമുക്ക് അല്പ സമയത്തേക്ക് മാറ്റിവെക്കാം. ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. നമ്മുടെ ഹൃദയത്തെ ദൈവം മുമ്പാകെ എളിമപ്പെടുത്തി കൊടുക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. ഫിലിപ്പിയ ലേഖനം 1:21. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു, അല്ലെങ്കിൽ അത് നേട്ടവുമാകുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഈ പൗലോസ് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അതിൻ്റെ സാഹചര്യമോ അതിൻ്റെ ഉദ്ദേശമോ മനസ്സിലാക്കാതെ പലപ്പോഴും പലരും ഇതെടുത്ത് പ്രയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ശുശ്രൂഷകളിൽ പോലും ഞാനും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. ദൈവം എന്നോട് ക്ഷമിക്കട്ടെ. നമ്മൾ ജീവിക്കുന്നത് പ്രയാസമാണല്ലേ? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പ്രയാസമായിട്ടോ തോന്നണേ, അല്ല സന്തോഷമായിട്ടോ അല്ലെങ്കിൽ അത് പ്രത്യേക ഒരു ആനന്ദമായിട്ട് നമുക്ക് തോന്നുന്നില്ല. വളരെ പ്രയാസമായിട്ടാണ് പലർക്കും ഈ ഭൂമിയിലെ ജീവിതം തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ കുറേ സാമ്പത്തികമായും വളരെ ആത്മീയമായൊക്കെ നമ്മൾ വലഞ്ഞപ്പോൾ, ഞെരുക്കം അനുഭവിച്ചപ്പോൾ നമുക്കൊക്കെ ചിലർക്കൊക്കെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ജീവിക്കാനാണ് പ്രയാസം എന്നാണ് കേവലം മനുഷ്യരുടെ വിലയിരുത്തൽ. എന്നാൽ മരിക്കുന്നതാണ് ലാഭം. പൗലോസ് പറഞ്ഞതാണ് മരിക്കുന്നത് എനിക്ക് നേട്ടമാകുന്നു എന്ന്. അപ്പം എങ്ങനെയാ? ശരിയല്ലേ? നമുക്ക് കുറേ കാലം ഏറി വന്നൊരു 80 അല്ലെങ്കിൽ 90 വയസ്സ് വരെ സുഖമായിട്ട് ഈ ഭൂമിയിലെ നന്മകളൊക്കെ അനുഭവിച്ച് എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുത്തും എല്ലാവരുടെ സ്നേഹം ലഭിച്ചും വളരെ കരുതലോടുകൂടിയും മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരുടെ കരുതൽ നമ്മൾ അനുഭവിച്ചിട്ടും ഒക്കെ നമുക്കിങ്ങനെ കുറേ കാലം ജീവിച്ചിട്ട് നമുക്കിങ്ങനെ മരിക്കാം. ഭൂമിയിലൂടെ മരിക്കണമല്ലോ, മരിക്കാണ്ട് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പഴയ കാലത്ത് പോലെ തന്നെ അന്നങ്ങാടിയിൽ വെക്കേണ്ടി വരും. അന്നങ്ങാടി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ട് മരണമില്ലാത്തൊരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ജീവനോടെ സംസ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അല്ല, അത് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇടവരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മരണത്തിൽ അങ്ങനെ ആസ്വദിക്കാം. അങ്ങനെ ഒരു വളരെ നേട്ടമായിട്ട് നമുക്ക് അങ്ങനെ തോന്നാം. വളരെ കാലം സുഖകരമായി ജീവിച്ച് മക്കളോടും കൊച്ചുമക്കളോടൊക്കെ ഒത്ത് ജീവിച്ച് രോഗം അധികമൊന്നുമില്ലാതെ, അതുപോലെ രോഗമുണ്ടെങ്കിൽ മരുന്നൊക്കെ കഴിച്ച് ആശ്വാസം നേടിയിട്ടൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും നമുക്ക്. അത് ആ നേട്ടമാണ് അല്ലേ? അത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ മറ്റു ചിലരിങ്ങനെ ചിന്തിക്കാം. മറ്റു ചിലർക്ക് ജീവിത നൈരാശ്യം മൂലം മരിക്കുന്നതാണ് ലാഭം, മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ മറ്റു പലരും ചിന്തിക്കും. അത് ജീവിത നൈരാശ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു തീരുമാനമാണ്. ജീവിതത്തിലെ പല പ്രതിസന്ധി മേഖലകളെയും നേരിട്ട് അതിജീവിക്കാതെ പരാജയം വന്നുവിടുമ്പോൾ പലർക്കും സംഭവിക്കും. എൻ്റെ കഴിഞ്ഞ മാസം എനിക്ക് പരിചിതരായ കുറേ പേരൊക്കെ അങ്ങനെ ആത്മഹത്യ ചെയ്യാനിടയായിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ഒരാൾ ഒരിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴും അവസരം കണ്ടെത്തിയാൽ മരിക്കും. എൻ്റെ ഒരു ബന്ധു, അദ്ദേഹം തൻ്റെ ബിസിനസ് പരാജയപ്പെട്ടപ്പോൾ, വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല,
അമ്മയും സഹോദരങ്ങളൊക്കെ ഉണ്ട്, അച്ഛനുമുണ്ട്. വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് ബിസിനസ് നടത്തി പരാജയപ്പെട്ടു. അപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യ ശ്രമം നടത്തി. അത് മറ്റുള്ളവർ കണ്ടെത്തി അദ്ദേഹത്തെ രക്ഷിച്ചതുകൊണ്ട് ചെറുപ്പം അത്ര ആ പ്രായത്തിൽ കുറേ കാലമായി സംഭവിച്ചിട്ട് അത്ര അധികം പ്രായമൊന്നുമില്ല. കണ്ടെത്തി രക്ഷിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി അവർക്ക് മോചനം കിട്ടി. പക്ഷെ ഡോക്ടർ പറഞ്ഞു, കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ഇവനെപ്പോഴും ശ്രദ്ധിക്കണം, ഇവൻ ആത്മഹത്യ ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടും പാഴാക്കാതെ അവൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വളരെ കരുതലോടുകൂടി സ്വന്തം മകനല്ലേ, നൊന്ത് പ്രസവിച്ച മകനല്ലേ, അവനൊരു ദുരന്തം ഉണ്ടാകുന്നത് നല്ലതല്ലല്ലോ, അത് വേദനാജനകമാണല്ലോ എന്നൊക്കെ കരുതി അമ്മ ആ മകന് കാവലിരുന്നു. എത്ര നാൾ കാവലിരിക്കും? അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചി എന്തൊരാവശ്യത്തിന് വിളിക്കുകയോ മറ്റോ ചെയ്തിട്ട് പെട്ടെന്നൊന്ന് മകൻ്റെ അടുത്ത്, മകൻ ശാന്തനാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അതിനുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എന്ന് കരുതി ഒരു 2 മിനിറ്റിൻ്റെ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് എപ്പോൾ വരാമെന്ന് വെച്ചിട്ട് തൊട്ടടുത്ത് വീട്ടിലേക്ക് കടന്നുപോയി മകനെ ഒറ്റയ്ക്കാക്കിയിട്ട്. ആ 2-3 മിനിറ്റ്, ഒരു 5 മിനിറ്റ് ആയിന്നും തോന്നുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും മകൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയുടെ ശ്രദ്ധ ഒന്ന് തെറ്റിയപ്പോൾ ആ മകൻ ആത്മഹത്യ. അപ്പോൾ ആത്മഹത്യ ചിന്തയോടുകൂടി ഇരിക്കുന്ന, തീരുമാനമെടുത്തിരിക്കുന്ന വ്യക്തി ഒരിക്കൽ അതിന് ശ്രമിച്ചാൽ പിന്നെയും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെയും അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ദൈവമക്കളായ നമ്മെ സംബന്ധിച്ച് നമുക്ക് അങ്ങനൊരു ചിന്തയ്ക്ക് വകയേയില്ല. കാരണം നാം യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നമ്മുടെ പാപത്തിൽ നിന്നും, നമ്മുടെ ശാപത്തിൽ നിന്നും, നമ്മുടെ ദുരന്തങ്ങളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തു തൻ്റെ ചോര കൊടുത്ത് നമ്മെ വീണ്ടെടുത്തതാണ്. ആ ഒരു പ്രത്യാശയുമായി ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ആത്മഹത്യയെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കേണ്ടതില്ല. പക്ഷേ എൻ്റെ ഹൃദയം ഭാരപ്പെടുന്നു. പൗലോസിൻ്റെ അല്ല, എൻ്റെ ഹൃദയം ഭാരപ്പെടുന്നു. ഇതിങ്ങനെ ഒരു ആലോചന ദൈവം തരുവാൻ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പ്രിയ ദൈവമക്കളെ, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. നമുക്ക് ആ ഒരു ദുരന്തം നമ്മുടെ ജീവിതത്തിൽ വരേണ്ട ഒരു സാഹചര്യവുമില്ല. നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവമാണ് അവിടുന്ന്. ഒരിക്കലും അതിനെപ്പറ്റി നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം ജീവിത നൈരാശ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു പ്രസ്താവനയല്ല ഇത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഏലിയ പ്രവാചകനെ നോക്കി. ഏലിയ പ്രവാചകൻ എത്ര ശക്തമായി ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവാചകനായിരുന്നു അല്ലേ? രാജാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് രാജാവിൻ്റെ തെറ്റുകൾ വിളിച്ചു പറഞ്ഞു. ഏലിയ പ്രവാചകൻ വളരെ ശക്തനായ ഒരു പ്രവാചകൻ. അവിടുന്ന് വന്ന് പ്രവചനങ്ങളൊക്കെ നടത്തി തൻ്റെ ശുശ്രൂഷയുടെ ഏകദേശം കാലഘട്ടം എത്തിയപ്പോൾ ബാലിൻ്റെ പ്രവാചകന്മാരെ കൊന്നത് ഇസ്രായേൽ രാജാവായ ആഹാബിൻ്റെ മഹാറാണി ഇസബേൽ രാജ്ഞി കേട്ട് അവള് ബാലിൻ്റെ ആരാധികയായിരുന്നു. ബാലിൻ്റെ പ്രവാചകന്മാരെ സംരക്ഷിച്ചു പോന്നിരുന്നവളായിരുന്നു. ആഹാബ് ഏലിയ പ്രവാചകൻ ഇവരെ കൊന്നു എന്ന് കേട്ടതുകൊണ്ട് ഏലിയ പ്രവാചകനെ കൊല്ലുവാൻ തീരുമാനമെടുത്ത് പ്രസ്താവന കൂടെ പ്രവചിച്ചു. 24 മണിക്കൂറിനകം ഏലിയ പ്രവാചകനെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ എൻ്റെ ദൈവങ്ങൾ എന്നോട് അതിലധികമായി ചെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഏലിയാവ് എന്ത് ചെയ്തു? മരിക്കുവാൻ ഒരുക്കമായി അവൻ മുന്നോട്ട് നീങ്ങി. തൻ്റെ ബാല്യക്കാരനായ ഒരാളെ തൻ്റെ പരിചിതമായ ഒരു വീട്ടിൽ താമസിപ്പിച്ചു. അവൻ മരുഭൂമിയിലേക്ക് ചെന്നു. ചൂരച്ചെടി, ചിലത് കുറ്റിച്ചെടി എന്നൊക്കെ പറയും, എങ്കിലും മരുഭൂമിയിലെ ചെടി, അതിൻ്റെ കീഴിൽ കിടന്നു. മരിക്കുവാൻ, മതി കർത്താവേ, ഇനി എനിക്ക് വേണ്ട, എനിക്ക് ശുശ്രൂഷയും വേണ്ട, ഒന്നും വേണ്ട, എനിക്കിനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ കിടന്നു അവിടെ. പക്ഷേ ദൈവം അവനെ മരിക്കുവാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോഴും ഏലിയ പ്രവാചകൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ക്രിസ്തീയ വിശ്വാസികളുടെ വിശ്വാസത്തിന് ആധാരവും. അപ്പോൾ ഏലിയ പ്രവാചകൻ അന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മരിക്കുവാൻ ആഗ്രഹിച്ചതിലും നിരാശ കൊണ്ട് അവൻ പറഞ്ഞെങ്കിലും ദൈവം അവനെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പൗലോസ് പറഞ്ഞത്. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന്, ഇവ രണ്ടിനിടയിലും കിടന്ന് പൗലോസ് ഞെരുങ്ങുകയാണ്. ജീവിക്കാനാണോ തീരുമാനമെടുക്കേണ്ടത്, മരിക്കാനാണോ തീരുമാനമെടുക്കുന്നത്? എന്താണ് ഞാൻ ആഗ്രഹിക്കേണ്ടത്? ഇപ്പോൾ നമ്മളാണെങ്കിൽ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് ഞെരങ്ങുക. ഈ ഞെരുങ്ങുക എന്ന് പറയുന്നതും ഞെരങ്ങുക എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ.
ഞെരുങ്ങുക എന്ന് പറയുന്നത് സമ്മർദ്ദം കൊണ്ടാ. ഞരങ്ങുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഒരു ഗതിയുമില്ലാതെ, ഒരു പ്രത്യാശയുമില്ലാതെ ഉഴലുക. അതാണ് ഞരങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മളെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കിടന്ന് ഞരങ്ങുകയാണ്. അങ്ങനെ ഞരങ്ങേണ്ട ഒരു കാര്യവും നമുക്കില്ല എന്നുള്ളതാണ് സത്യം. ദൈവത്തിൽ നിന്ന് നാം അങ്ങനെയല്ല പഠിച്ചത്. നാം ഞരങ്ങേണ്ട കാര്യമില്ല. പക്ഷെ പൗലോസ് പറയുന്നു, ഫിലിപ്പി ലേഖനം നമ്മൾ വായിച്ചതിൻ്റെ 23-ാമത്തെ വാക്യം, 1-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു. ഇവ രണ്ടിനാലും എന്ന് പറഞ്ഞാൽ ഇവ രണ്ടിന്റെ ഇടയിൽ കിടന്ന്, ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ, ജീവന്റെയും മരണത്തിന്റെയും ഇടയിൽ പൗലോസ് തീരുമാനം, ഞാൻ ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും ക്രിസ്തുവിനോട് കൂടാൻ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാകുന്നു. എൻ്റെ മുമ്പിൽ ജീവനാണോ, ജീവിതമാണോ, മരണമാണോ വരുന്നത് അടുത്ത നിമിഷത്തിൽ, ആ നിമിഷം ഞാൻ കർത്താവിനോട് കൂടുകയാണ്. അതുകൊണ്ടാണ് മരണം നേട്ടമായി, ലാഭമായി പൗലോസ് പറയുന്നത്. നമുക്കറിയാമല്ലോ, താൻ സുവിശേഷം നിമിത്തം, ക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തം കാരാഗൃഹത്തിൽ ബന്ധിതനായിരിക്കുകയാണ് ഈ ലേഖനം എഴുതുന്ന സമയത്ത്. അങ്ങനെ കാരാഗൃഹത്തിൽ ബന്ധിതനായിരിക്കുന്ന സമയം, അടുത്ത നിമിഷത്തിൽ എന്ത് വിധി വരും? പൗലോസിനെ കൊല്ലുവാനായിട്ട് കൽപ്പിക്കുമോ, അതോ അവനെ മോചിതനാക്കുമോ? എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പൗലോസ് ഫിലിപ്പിയിൽ വെച്ച് കാരാഗൃഹവാസം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫിലിപ്പിയിൽ വെച്ചല്ല, മറ്റൊരു സ്ഥലത്ത് വെച്ചാണ്. എന്നാൽ ഫിലിപ്പിയർക്ക് എഴുതുന്ന ലേഖനം അവൻ നടത്തുമ്പോൾ, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരാഗൃഹത്തിലാണ്. അത് എഫെസോസിൽ കാരാഗൃഹത്തിലാണോ റോമയിലെ കാരാഗൃഹത്തിലാണോ ആ തർക്കങ്ങളും വാദങ്ങളും നടക്കുക, നമുക്കതൊന്നും പ്രസക്തമായ ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് കാരാഗൃഹത്തിൽ ഇരുന്ന് എഴുതുന്ന പൗലോസ് പറയും, എൻ്റെ മുമ്പിൽ നാളെ, ഇന്ന് കഴിഞ്ഞാൽ നാളെ ഞാൻ മോചിതനാകുമോ എനിക്കറിയില്ല, ഞാൻ കൊല്ലപ്പെടുമോ എനിക്കറിയില്ല, അഥവാ ഞാൻ കൊല്ലപ്പെട്ടാലും, ഞാൻ മരിക്കേണ്ടി വന്നാലും അതെനിക്ക് നേട്ടമാണ്. കാരണം ഞാൻ മരിച്ചാലും ക്രിസ്തുവിനോട് കൂടെയാണ്. എന്നാൽ ഞാൻ ജീവിക്കുന്നതോ ക്രിസ്തുവായിട്ട് തന്നെ ജീവിക്കും. ഞാൻ ജീവിക്കുന്നത്, നമ്മൾ പറയേ, ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനായിട്ട് ജീവിക്കണം, വെറുതെ അഴകുഴമ്പനായിട്ട് ജീവിക്കരുത്. ആണത്തത്തോടെ ക്രിസ്ത്യാനാണ് പറയുന്നതിൽ നമുക്ക് എന്തുട്ടത്ര വിമുഖത, അല്ലെങ്കിൽ എന്ത് നാണക്കേട്. ഞാൻ പറയും ഞാൻ ക്രിസ്ത്യാനിയാണ്. കടയിൽ വരുന്നവരോട് ഞാൻ പറയും, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ നിങ്ങൾക്ക് സംഭാവന നൽകുകയില്ല ഉത്സവാഘോഷങ്ങൾക്ക്. അപ്പം നീ പള്ളിയിലേക്ക് മാത്രം കൊടുക്കുള്ളൂ? അപ്പം ഞാൻ പറയാം, പള്ളിയിലേക്കും കൊടുക്കില്ല. ദേവാലയങ്ങൾക്കോ ദൈവത്തിൻ്റെ പേരിൽ എന്ത് പരിപാടി നടത്തിയാലും അതിന് 10 പൈസ ഞാൻ തരില്ല. ഇപ്പം ഈ പൂരത്തിനൊക്കെ ആറാട്ടുപുഴ പൂരം കഴിഞ്ഞല്ലോ, 2-3 പിരിവ് വരിക. പന്തല് പിരിവ്, ദീപാലങ്കാര പിരിവ്, അമ്പല കമ്മിറ്റി, ഇതൊക്കെ വന്നു. പക്ഷേ ഞാനുള്ളപ്പോൾ ഒരു കമ്മിറ്റിക്കാരൊക്കെ പിരിവിന് വന്നു പോയി. പക്ഷേ ഞാനുള്ളപ്പോൾ ഒരു കമ്മിറ്റിക്കാരും വന്നില്ല. അപ്പം നമുക്ക് നാണിക്കേണ്ട കാര്യമില്ല, ലജ്ജിക്കേണ്ട കാര്യമില്ല. ജീവിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. ഈ ഭൂതലത്തിൽ എന്ത് കഷ്ടമോ വന്നോട്ടെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ നാമധേയ ക്രിസ്ത്യാനി ആയിട്ടല്ല കേട്ടോ. നമുക്ക് ക്രിസ്ത്യാനി എന്ന പേരെടുത്തുകൊണ്ട് ജീവിക്കാം. എങ്ങനെ സന്തോഷത്തിന് ജീവിക്കാം? അതല്ല, ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവായി ജീവിക്കുക, ക്രിസ്തുവിന് നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുവാൻ ഇടവരുകയാണെങ്കിൽ ക്രിസ്തുവായും, അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ, മരണമാണ് എൻ്റെ മുമ്പിലുള്ളതെങ്കിൽ അതെനിക്ക് വളരെ നേട്ടവുമാണ്. കാരണം മരണശേഷവും ഞാൻ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും. അങ്ങനെ എപ്പോഴും ക്രിസ്തു എൻ്റെ കൂടെ എന്ന് വ്യക്തമാക്കുകയാണ് പൗലോസ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പൗലോസ് പറഞ്ഞു, എനിക്കൊരു പക്ഷെ മോചിതനാകാൻ സാധിക്കും. എങ്ങനെ? അതിൻ്റെ 1-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ പ്രാർത്ഥനയാലും നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അത് എനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ വളരെ ജാഗരിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടും എനിക്ക് പുറത്തു വരാൻ ഇടയാകുമെന്ന് എനിക്കറിയാം. അത് പൗലോസ് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലേ? പൗലോസ് അനുഭവിച്ചറിഞ്ഞിട്ടില്ലേ? എൻ്റെ ഫിലിപ്പിയർക്ക് അത് അനുഭവമാണല്ലോ. ഫിലിപ്പിയിൽ വെച്ചല്ലേ
സുവിശേഷം അറിയിച്ച് മറ്റേ ലുദിയ എന്ന സ്ത്രീയോട് പൗലോസും ശീലാസും ഒക്കെ സുവിശേഷം അറിയിച്ചു. പിന്നീട് ഒരു വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ് കാശുണ്ടാക്കുന്ന മറ്റുള്ള ലക്ഷണം ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കി നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു. അവള് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, പൗലോസും ശീലാസും പോകുന്നത് കണ്ടിട്ട് പറയുകയാണ്, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവർ സുവിശേഷ രക്ഷയ്ക്ക് കാരണമായ കാര്യങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് പറഞ്ഞു. ഇങ്ങനെ പലതവണ ചെയ്തു വന്നതുകൊണ്ട് പൗലോസ് മുഷിഞ്ഞ് അവളെ ശാസിച്ചു. അവളിലുള്ള ഭൂതത്തോട് വിട്ടുപോകാൻ പറഞ്ഞു. അവളുടെ ഭൂതം പോയി, ലക്ഷണം പറയും നിർത്തി, വെളിച്ചപ്പാടിയാവുന്നൊക്കെ നിർത്തി. അവള് നല്ല ഒരു യുവതിയായി. ബാധ അവളെ വിട്ടുപോയി. ഇവളുടെ ഈ ബാധ വിടുകയും ഇവളുടെ റൂട്ട് മാറുകയും ചെയ്തപ്പോൾ ഇവളിൽ നിന്ന് ലാഭമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യജമാനന്മാര് എന്ത് ചെയ്തു? പൗലോസിനും ശീലാസിനൊക്കെ പിടിച്ച് അധിപതിമാരെ ഏൽപ്പിച്ച്, അപ്പൊ അധിപതിമാരെന്ത് ചെയ്തു? ഒരു തടവിലാക്കി. റോമക്കാരായ നമ്മളെ യഹൂദന്മാരായ ഇവരുടെ ചില കാര്യങ്ങൾ അനുസരിക്കുവാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ് അങ്ങനെ ദേശാധിപതിമാര് ഇവരെ പിടിച്ച് പൗലോസിനും ശീലാസിനൊക്കെ പിടിച്ച് കാരാഗൃഹത്തിൽ ബന്ധിതരായി ഭദ്രമായി അവരെ കാരാഗൃഹത്തിലേക്ക് അടയ്ക്കപ്പെട്ടു. പക്ഷെ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു. അവർ ആത്മാവിൽ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ കാരാഗൃഹം കുലുങ്ങി, കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി, വാതിലുകൾ തുറക്കപ്പെട്ടു, ചങ്ങലകൾ പൊട്ടി, അവർ മോചിതരായി. ആ കഥയൊക്കെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലാണ് അത് പറഞ്ഞത്. അപ്പൊ അവിടെ വെച്ച് ഫിലിപ്പിയിലെ ജയിലിൽ വെച്ച് തന്നെ അത്ഭുതം നടന്നിട്ട് പൗലോസ് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പുറത്തു വന്നില്ലെങ്കിലും പിന്നീട് പൗലോസ് നമ്മുടെ അവസരം കിട്ടിയപ്പോൾ ചാടി പോകുന്നില്ല. പിന്നീട് അത് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കും അവിടെ മോചിതരായി അവർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ലുദിയയുടെ വീട്ടിൽ നിന്ന് അവർ താമസിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും 16-ാം അധ്യായത്തിന്റെ അവസാനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതിൻ്റെ സാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗലോസ് പറയുന്നത് എന്താണ്? അതിന് ഞാൻ 21-ാം വാക്യം മാത്രം വായിച്ചുള്ളൂ. 22, 23 വായിക്കണം. ഞാൻ മനഃപൂർവ്വം വായിക്കാതിരുന്നതാണ്. എന്നാൽ നമുക്ക് 22ഉം 23ഉം ഒന്ന് വായിച്ചോട്ടെ. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ. രണ്ടിനാലും ഞെരുങ്ങുന്ന പുറത്തു വരികയാണെങ്കിൽ എൻ്റെ ശരീരം വഴി ക്രിസ്തുവിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ഭംഗിയായി ചെയ്തും അത് നിങ്ങൾക്കും ഗുണകരമാണ്, ക്രിസ്തുവിനും അത് ഗുണകരമാണ്. എന്നാൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കാരാഗൃഹത്തിലാണ്, ശരീരത്തിൽ വളരെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മാനസികമായി പൗലോസ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് മുഖാന്തരം എനിക്ക് വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമം. അപ്പോൾ ഇത് ഏതാ വേണ്ടത്? ഞാൻ മരിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുകയാണെങ്കിൽ എനിക്ക് അതാണ് ആഗ്രഹം, എൻ്റെ പീഡന നിമിത്തം. പക്ഷേ എന്നാൽ ഞാൻ ഈ ശരീരത്തിൽ നിന്ന് ജീവിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യമെന്നാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം എന്ന് പറയുന്നു അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഞാൻ ജഡത്തിൽ ഇരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. എന്തുകൊണ്ടാണ് ഫിലിപ്പിയരെ കുറിച്ചിട്ടുള്ള വലിയ ആ ഒരു നിർബന്ധം പൗലോസിന്? നിങ്ങൾ നിമിത്തം ഫിലിപ്പിയ സഭയോടെ പറയുന്നത്. ഫിലിപ്പിയ സഭ നിമിത്തം ഞാൻ ജഡത്തിലിരിക്കുന്നത് നല്ലതാണ്, ഏറെ ആവശ്യമാണ്. കാരണം അവിടെ പൂർത്തിയായിട്ടില്ല, രക്ഷയുടെ പ്രവർത്തനം അവിടെ പൂർത്തിയായിട്ടില്ല. പൗലോസിന് ചെയ്യാൻ ഇനിയും അവിടെ പണിയുണ്ട്. കാരണം എന്താണെന്നോ, അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? അവിടെ സുവിശേഷ പ്രവർത്തനമൊക്കെ വളരെ ഗംഭീരമായിട്ട് നടന്നിരുന്നു. പക്ഷേ ഒന്നാമത് തന്നെ അവർ തമ്മിൽ ഐക്യതയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഐക്യതയില്ലാതെയാണ് അവർ സുവിശേഷം പ്രസംഗിച്ചിരുന്നത്, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തി ചെയ്തിരുന്നത്. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു, ചിലരോ നല്ല മനസ്സോടെ തന്നെ. അവർ സുവിശേഷത്തിന്റെ ചിലര് അസൂയയും പിണക്കവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, ചിലർ നല്ല മനസ്സോടുകൂടി പ്രസംഗിക്കുന്നു. അപ്പൊ ചിലര്, ഇത് രണ്ടു കൂട്ടർ നടത്തുന്നത് എന്താണ്? സുവിശേഷ പ്രസംഗമാണ് നടത്തുന്നത്, സുവിശേഷം അറിയിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ രണ്ട് മനസ്സോടുകൂടി ചെയ്യുന്നത് കൊണ്ട് അത് ഉചിതമല്ല, യോഗ്യമല്ല എന്നാണ് പൗലോസ് പറയുന്നത്.
ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവരെ ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നത് കാണാം രണ്ടാം അധ്യായത്തിൽ ഫിലിപ്പിയ സഭയിലുള്ള പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനായി പ്രവർത്തിക്കുന്നവരെ ഐക്യതയിലേക്ക് കൊണ്ടുവന്ന് അവരെ അതിനായി ഒരുക്കുന്നതായിട്ടാണ് നമുക്ക് 2-ാം അധ്യായത്തിൽ കാണുന്നത്. പിന്നെ പിറുപിറുപ്പും വാദവും, അവരുടെ ഇടയിലുണ്ടാകുന്ന പിറുപിറുപ്പും വാദവും. ഐക്യതയില്ല, പിന്നെ പിറുപിറുപ്പും വാദവും. അതുകൊണ്ടാണ് 2:14 പറയുന്നത്, ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കൾ ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പിന്നെ അസൂയ, മത്സരം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അസൂയ, മത്സര മനോഭാവത്തോടു കൂടിയുള്ള ശുശ്രൂഷകൾ, അതൊക്കെയും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ പൗലോസിന് ഇതൊക്കെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് വേണം അടുത്ത സഭയുടെ കാര്യം ശ്രദ്ധിക്കാൻ, അല്ലേ? ഇവരിങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടേക്ക് എത്തുക? ഒരു സ്ഥലത്തേക്ക് എത്തില്ല. സംഗതി അവർ സുവിശേഷം അറിയിക്കുന്നുണ്ട്, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, സഭയായിട്ട് കൂടി വരുന്നുണ്ട്. പക്ഷെ ഈ വക കാര്യങ്ങൾ, മാത്സര്യം, ദുരഭിമാനം, പിണക്കം, അസൂയ, ഐക്യമില്ലായ്മ, ഇവയൊക്കെ ഉണ്ടെങ്കിലും ഒരു സഭയും കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുകയില്ല. തീർച്ചയായും ഒരു സഭയിലും ഇത് പാടില്ല. ഇത് മാറ്റിവെച്ചേ പറ്റൂ. കർത്താവിന്റെ വരവിന് ഇനി അധികം സമയമില്ല. നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. അതായത് അവരെ ഒന്നുകൂടി ക്രമീകരിക്കാണ്ട്, അവരെ നല്ല ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ, ദൈവത്തിൻ്റെ മക്കൾ, ആത്മീയരാണ്, പക്ഷെ അവരൊന്നുകൂടി ക്രമീകരിക്കാനുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ഞാൻ ഈ ശരീരത്തിൽ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പൗലോസ് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാ? നമ്മളിപ്പോ മരണത്തെ, പൗലോസിന്റെ ആ ഭാഗത്ത് വരുമ്പോൾ നമ്മളെങ്ങനെ ചിന്തിക്കുക? നമ്മൾ ഈ ശരീരത്തിൽ ഇപ്പോഴും ജീവിക്കുന്നത് പ്രയോജനകരമാണോ? ഒന്ന് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച്. സഭയിൽ നമ്മൾ കടന്നു വരുന്നു, സഭയിൽ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്യുന്നു. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കുടുംബനാഥനായാലും വീട്ടമ്മയായാലും മക്കളായാലും അവർക്ക് അവരുടേതായിട്ട് ഡ്യൂട്ടികൾ. ചിലരെന്ത് ചെയ്യും? ചിലർ ഭർത്താക്കന്മാരാണ് എല്ലാ ഡ്യൂട്ടിയും ചെയ്യുക വീട്ടില്. ചിലര് അമ്മമാരാണ് എല്ലാ കാര്യം, അച്ഛന്മാർ ചെയ്യേണ്ടതടക്കം അമ്മമാർ ചെയ്യും. ചിലരോ അമ്മമാർ ചെയ്യേണ്ട പണിയടക്കം അച്ഛന്മാർ ചെയ്യും. അത് പാടില്ല. അമ്മയ്ക്ക് അമ്മയുടേതായിട്ട് ഡ്യൂട്ടി, അച്ഛന് അച്ഛൻ്റെതായിട്ടുള്ള ഡ്യൂട്ടി, മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ഡ്യൂട്ടി. ഇതൊക്കെയും ചേർന്ന് വരുന്ന ഒരു പ്രവർത്തനമാണ് സന്തോഷകരമായ ഒരു കുടുംബത്തിന് അത്യാവശ്യം. അപ്പൻ ചെയ്യേണ്ട പ്രവൃത്തി ഒരിക്കലും അമ്മ ചെയ്യരുത്. ഇപ്പൊ ഞാൻ പറയണ്ടല്ലോ, നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അഥവാ ഞാൻ ചെയ്യും, സാവിത്രി ചെയ്യുന്ന പണികളൊക്കെ ഞാൻ ചെയ്യും. എങ്ങനെയാണെന്നറിയോ? അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അവളുടെ ആരോഗ്യകരമായ കാരണം കൊണ്ട് അവൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. ഞാൻ ചെയ്യാൻ പറഞ്ഞാലും അവൾ പരമാവധി എന്നെ കൊണ്ട് ചെയ്യിക്കില്ല. പക്ഷെ ഞാൻ അവളുടെ അവസ്ഥ കണ്ട് ഞാനത് സ്വമേധയാ ഏറ്റെടുത്ത് ചെയ്യും. അവൾക്ക് പറ്റില്ല, അതുകൊണ്ട് തന്നെ മറ്റാരും ചെയ്യാനില്ല. അതല്ല ഞാൻ പറയുന്നത്. മറ്റുള്ളവർക്ക് ചെയ്യാൻ അവസരമുണ്ടായിട്ടും ആരോഗ്യമുണ്ടായിട്ടും അവർ ചെയ്യാതിരുന്നത് മറ്റൊരാൾ ചെയ്യുന്നത്, ഭാര്യ ചെയ്യുന്നത് പ്രവൃത്തി ഭർത്താവ് ഏറ്റെടുത്ത് ചെയ്യാൻ നിൽക്കരുത്. ഭർത്താവ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കുക, ഭാര്യ ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കുക. ചില ഭാര്യമാരോ എല്ലാ കാര്യങ്ങളും, പുറത്തുള്ള എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിക്കലും പിടിക്കലും തീരുമാനം കുട്ടികളൊക്കെയും ആരാണ്? ഭാര്യമാരാ. ഭർത്താക്കന്മാരുണ്ട്. ഭർത്താവിനെ പിണ്ണാക്കാനായിട്ടൊന്നും ആരും കാണണ്ട. ദൈവം ആവശ്യമായിട്ടുള്ള ജ്ഞാനവും കൃപയൊക്കെ ആവശ്യ സമയത്ത് ഭർത്താക്കന്മാർ കൊടുത്തോളൂ. ഭർത്താക്കന്മാരെ ആരും ഒരു പിണ്ണാക്കനായിട്ട് കാണണ്ട. എന്തെങ്കിലും കാര്യത്തിൽ ചില ന്യൂനതകൾ ഉണ്ടാവാം. അങ്ങനെയാ ന്യൂനതകൾ കണ്ടെത്തുന്നറിയോ? തൊട്ടടുത്ത വീട്ടിലെ ചേട്ടൻ ആ ചേട്ടനെ പോലെയല്ല, ആ ചേട്ടനെ പോലെ മിടുക്കില്ല. എത്ര കാശുണ്ടാക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ഓടി നിന്നാണ് ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് വല്ലതും പറ്റുമോ പിണ്ണാക്കാൻ? അങ്ങനെ പറയരുത് ഒരിക്കലും. കാരണം നിന്റെ തല നിന്റെ ഭർത്താവ്, നിന്റെ ഭർത്താവിൻ്റെ തല ക്രിസ്തുവിൻ്റെ തല പിതാവായ ദൈവം. അവിടുന്ന് തലേമെന്നാണ് അനുഗ്രഹം ഒഴുകി വരിക. അനുഗ്രഹത്തിനായി പ്രതീക്ഷിക്കുന്ന സഹോദരന്മാരോട് പറയാ, നിന്റെ തല നിന്റെ ഭർത്താവാണ്. പുരുഷന്മാരോട് പറയാ, നിങ്ങളുടെ തല ക്രിസ്തുവാണ്, ക്രിസ്തുവിൻ്റെ തല പിതാവ്. ദൈവത്തിൽ നിന്നും അനുഗ്രഹം വേണമെന്ന് വെച്ചിരിക്കുന്നവർ ഈ സിസ്റ്റം, ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം, സമൂഹമോ ലോകമോ ഒരു തത്വശാസ്ത്രമോ വെച്ചിരിക്കുന്ന സിസ്റ്റമല്ല. തത്വശാസ്ത്രമൊക്കെ പറയും സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം. തത്വശാസ്ത്രങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കും. തുല്യാവകാശം, തുല്യവസരം, സംവരണം, അതൊക്കെ പഠിപ്പിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം വെച്ച സിസ്റ്റത്തിൽ നിന്നും
അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള വ്യവസ്ഥ നമുക്കില്ല. അത് ദൈവവചനത്തിൽ പ്രത്യേകമായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് താരം. സ്തോത്രം. അത് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലാണ്. അത് നിങ്ങൾ സാവധാനം വീട്ടിൽ പോയിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും. ദൈവത്തിന് സ്തോത്രം. അപ്പം നമുക്ക് സഭയിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രവൃത്തികളുണ്ട്, വീട്ടിൽ നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട പ്രവൃത്തികളുണ്ട്, നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഉത്തരവാദിത്തപ്പെട്ട പ്രവൃത്തികളുണ്ട്, അല്ലേ? മാത്രമല്ല സമൂഹത്തോട് നമുക്ക് പ്രതിബദ്ധതയുള്ളതുകൊണ്ട് സമൂഹത്തിൽ നമുക്ക് ചില പ്രവൃത്തികളൊക്കെ ഉണ്ട്, അല്ലേ? പാവപ്പെട്ടവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാൻ. സഭയിൽ മാത്രമല്ല, ആരെങ്കിലും നാട്ടിൽ ആവശ്യ നിലയിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ സുവിശേഷ പ്രതി അല്ലെങ്കിലും മാനുഷിക പരിഗണന വെച്ച് നമുക്ക് ചെയ്യേണ്ട ചില പ്രവൃത്തികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലും നമ്മൾ വ്യാപൃതരാണ്. അപ്പോൾ സഭയിൽ, കുടുംബത്തിൽ, ജോലിയിലെങ്കിൽ ബിസിനസ്സിൽ, സാമൂഹികമായി സൊസൈറ്റിയിൽ നമ്മൾ പ്രവർത്തന നിരതരാണ്. ഈ വക മേഖലകളിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ ജീവിതത്തിൽ തുടരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇവർക്കുണ്ടോ എന്ന ചോദ്യം. നമുക്ക് പ്രയോജനം ഉണ്ടോ? നമുക്ക് ഇഷ്ടം പോലെ തിന്നാൻ, കുടിക്കാം, വയറാഴ്ച തിന്നാം, സുഖമായിട്ട് കിടന്നുറങ്ങാം, ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം, നമുക്ക് പ്രയോജനകരമാണ്. പക്ഷെ നമ്മുടെ ജീവിതം വഴി ഇവർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പൗലോസ് മോചിതനായി കഴിഞ്ഞാൽ പൗലോസിന് ഗുണകരമായി പ്രവർത്തിക്കാൻ പറ്റും. ആർക്ക് വേണ്ടി? വിശ്വാസികൾക്ക് വേണ്ടി ഗുണകരമായി പ്രവർത്തിക്കാൻ പറ്റും. ഫിലിപ്പിയ സഭയെ സ്ഥാപിച്ചത് പൗലോസ് തൻ്റെ 2ാം മിഷണറി യാത്രയിലാണ് ഫിലിപ്പിയ സഭ പൗലോസ് സ്ഥാപിച്ചത്. ഇനിയും അനേക സഭകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇനിയും മുന്നോട്ട് അനേകരെ കർത്താവിന് വേണ്ടി നേടേണ്ടതുണ്ട്. ഇതൊക്കെ ശരീരത്തിൽ ഇരിക്കുന്നതാണ് പ്രയോജനം. ആർക്ക്? വിശ്വാസികൾക്കും മാനവജാതിക്ക് പ്രയോജനം പൗലോസ് ശരീരത്തിലിരിക്കും. പക്ഷെ നമ്മളെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? ചേർപ്പിൽ പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അനുജൻ ചേട്ടനെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്ന് കുഴിച്ച് മണ്ണിനടിയിൽ വെച്ചു, കുഴിച്ചിട്ടു. അവ അമ്മയും കൂട്ടുനിന്നാണ് പറയുന്നത്. മദ്യപാനിയായ ചേട്ടൻ എന്ത് വന്നാലും വീട്ടിൽ വഴക്ക, ചേട്ടനും അനിയനും അമ്മയും തമ്മിൽ വഴക്ക, മദ്യപിച്ച്. ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇവർ അമ്മയും മോനും കൂടി ഒരു ദിവസം വഴക്കായപ്പോൾ ഇവനെ കൊന്നു, ചേട്ടനെ കൊന്നു. അനിയൻ ചേട്ടനെ കഴുത്ത് പിടിച്ച് കൊന്നു. പക്ഷെ ചേട്ടൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നപ്പോൾ ശ്വാസകോശത്തിൽ മണ്ണ് കയറിയിരുന്നു, മണ്ണിൻ്റെ അടിയിൽ വെച്ച് ശ്വാസകോശം. അപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിഗമനം. അങ്ങനെ മരിച്ചു എന്ന് കരുതി, ബോധം കെട്ടപ്പോൾ മരിച്ചു എന്ന് കരുതി ചേട്ടനെ 200-300 മീറ്റർ അപ്പുറം വലിച്ചിഴച്ച് കൊണ്ടുപോയി ആളൊഴിഞ്ഞ ഒരു പറമ്പിൽ കുഴിച്ചിട്ടു. അങ്ങനെ പശുവിനെ തീറ്റാനായിട്ട്, അയൽവാസി പശുവിനെ തീറ്റാനായിട്ട് കൊണ്ടുപോയപ്പോൾ മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ടു. സ്ഥലത്തെ അവിടെ ഒരു ഏരിയ മാത്രം മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ടു. ആ മണ്ണ് ഇളകി കിടക്കുന്നത് കണ്ടപ്പോൾ ആൾ മൈൻഡ് ചെയ്തില്ല. കാരണം സ്വാഭാവികമായിട്ട് മണ്ണിളകാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാന്നില്ല. പക്ഷെ പിറ്റേ ദിവസം വന്നപ്പോൾ ആ മണ്ണിനെ കൂടുതൽ ഉറപ്പോടുകൂടി വളരെ വീണ്ടും മണ്ണൊക്കെ കൂട്ടിയിട്ട് ഭദ്രമാക്കി വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം വേറെ ആൾ വിളിച്ച് ആ കുഴി മാന്തിയപ്പോൾ കുറച്ച് സിമെൻറ്റ് കട്ടയൊക്കെ അടക്കി വെച്ചേക്കുക, കുറച്ച് താത്തിയപ്പോൾ. കാരണം ഇദ്ദേഹത്തെ കൊന്നങ്ങനെ പോലീസിൽ വിവരം അറിയിച്ചു. അപ്പോഴാണ് പള്ളി വിളിച്ചു തരും. കാരണം ചേട്ടനെ കൊണ്ടുള്ള ശല്യം സഹിക്കാണ്ട് വന്നപ്പോൾ അനുജനും അമ്മയും കൂടി കൊന്ന് കുഴിച്ചു മൂടി. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തേ? ഈ മനുഷ്യനെ കൊണ്ട് പ്രയോജനമുള്ളവനായിരുന്നെങ്കിൽ ഇവർക്കത് ചെയ്യേണ്ട വരുമോ? ആ നാട്ടിലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് അഭിപ്രായമില്ല, എന്നും വഴക്കാം. അപ്പം അതുകൊണ്ട് നാം ശരീരത്തിൽ ഇരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനകരമാണോ എന്ന് നാം തീരുമാനിക്കണം. എന്നിട്ട് വേണം നമുക്ക് ജീവിക്കണോ തീരുമാനിക്കാൻ. ആത്മഹത്യയിലേക്ക് പോകണമെന്നല്ല. പ്രയോജനം ഇല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാക്കണം. അല്ലാണ്ട് പ്രയോജനം ഇല്ലെങ്കിൽ ഞാൻ മരിക്കണം, ആത്മഹത്യ എന്ന ജീവിതം തുലയ്ക്കാൻ വേണ്ടിയിട്ട് പറയണതല്ല. പ്രയോജനം ഇല്ലെങ്കിൽ പ്രയോജനം ഉണ്ടാക്കണം ഇന്ന് മുതൽ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് ഈ വചനം തരുന്നത്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക, നമ്മൾ സഭയിൽ പ്രവർത്തിക്കുന്നു, വീട്ടിൽ പ്രവർത്തിക്കുന്നു, സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു, ജോലിയിൽ ഒക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക. അതിന് മുമ്പായിട്ട് ഞാനൊരു മനോരമ ദിനപത്രത്തിൽ വായിച്ചൊരു കാര്യം ഞാൻ പറയാം. കുറച്ച് മനുഷ്യരെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ അവരുടെ കയ്യിൽ വാച്ചോ ഫോണോ ഒന്നുമില്ലാതെ അരമണിക്കൂർ നേരം ഒറ്റയ്ക്ക് ഓരോ മുറിയിൽ അവരെ ആക്കി. അരമണിക്കൂർ നേരം അവരെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ആകെ ഒരു ഉപകരണം മാത്രം ഉണ്ടായിരുന്നല്ലോ. തൊട്ട് കഴിഞ്ഞാൽ ചെറുതായി ഷോക്ക് അടിപ്പിക്കുന്ന ഒരു സ്വിച്ച്, ഇലക്ട്രിക്കൽ സ്വിച്ച്. അപ്പോൾ അരമണിക്കൂർ അവിടെ ആക്കി അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഫോണില്ല, വാച്ചില്ല, വേറെ അവർക്കൊന്നും ചെയ്യാനില്ല. വേറെ അവർക്കൊന്നും ചെയ്യാനില്ലാതിരുന്നത് കൊണ്ട് ചിലരെന്ത് ചെയ്തു? ഷോക്ക് അടിക്കുമെന്ന് അറിഞ്ഞിട്ടും ആ സ്വിച്ചുമേൽ ഇടയ്ക്ക് തൊട്ടുകൊണ്ടിരുന്നു നേരം പോകാൻ വേണ്ടിയിട്ട്.
ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെയൊക്കെ പ്രവർത്തന നിരതമാണ്. ഞാൻ സഭയിൽ ആക്റ്റീവാണ്, വീട്ടിൽ ആക്റ്റീവാണ്, സൊസൈറ്റിയിൽ ആക്റ്റീവാണ്, എൻ്റെ ജോലിയിൽ ആക്റ്റീവാണ്. പക്ഷെ നാം അരമണിക്കൂർ നേരം ഒന്ന് വെറുതെ ഇരുന്ന് നോക്കി, അരമണിക്കൂർ നേരം ഒന്നും ചെയ്യാതെ ശാന്തനായി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം. അതാണ് ആ ലേഖനത്തിൽ ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നാം ഇല്ലെങ്കിലും ഈ ലോകം ചലിക്കുന്നുണ്ട്. നമ്മുടെ വിചാരം ഞാൻ ചലിപ്പിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം ചലിക്കുന്നതെന്ന്. ഞാൻ അരമണിക്കൂർ ഒന്നും ചെയ്യാതിരുന്നിട്ടും ഈ ലോകം ചലിക്കുന്നു, ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ തിരിയുന്നു. അപ്പൊ നാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്, ഞാനില്ലെങ്കിൽ ലോകമില്ല എന്ന് നാം ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ജോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് കിടക്കുക. ജോബിന്റെ പുസ്തകത്തിൽ ജോബും സ്നേഹിതന്മാരും ഒക്കെ ഇട്ടുള്ള ഒരു വാചക കസർത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം കർത്താവ് അടുത്തേക്കുന്നു, യഹോവ അടുത്തേക്ക് ചെന്നു. ജോബെ, നീ അരമുറുക്കിക്കൊള്ളുക, പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. എന്തെന്റെ കാരണം? നീ ഒന്ന് മുട്ടാൻ തന്നെ മുട്ടിക്കോ. നീ എന്നോട് വാദിച്ച് ജയിക്കാന്നുണ്ടെങ്കിൽ ഒന്ന് ജയിക്ക്. അതിനാ നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞത് അല്ലേ? 38-ാം അധ്യായത്തിൽ ജോബിന്റെ പുസ്തകം എടുത്തോട്ടെ. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്ന് ഇയ്യോബിനോട് ഉത്തരം അരുളി ചെയ്തത് എന്തെന്നാൽ, അറിവില്ലാത്ത വാക്കുകളാൽ ആലോചന ഇരുളാക്കുന്നൊരിവനാര്? നീ പുരുഷനെ പോലെ അരമുറുക്കിക്കൊള്ളുക. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് മുട്ടി നോക്കാം എന്നോട്. അതാണ് പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാണ്ട് വേറൊന്നുമില്ല. അവിടെ പുരുഷനെ പോലെ അരമുറുക്കുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരാണല്ലോ എന്തിനും തയ്യാറായിട്ട് വെല്ലുവിളിയൊക്കെ സ്വീകരിച്ച് ഇറങ്ങി പുറപ്പെടുന്നവര്. അപ്പൊ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ ഒന്ന് തയ്യാറെടുത്തോ. അതാണ് കർത്താവ് പറഞ്ഞത്. ചില കാര്യങ്ങൾ ജോബിനോട് ചോദിക്കണ്ടായി യഹോവ. ജോബിന് പോലും പറയാൻ പറ്റുമോ? വായിച്ചിട്ടില്ല നോക്കെ എല്ലാവരും ഇല്ലേ? ജോബിന് പോലും പറയാൻ പറ്റുമോ? അല്ല മറുപടി ഉണ്ടായോ? എന്നിട്ട് കർത്താവ് ചോദിക്കുക, ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയോ ഇന്ന കാര്യങ്ങളുണ്ടെന്നുള്ളത്? എവിടെ? ഞാൻ ഈ ലോകത്തിലാണെന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ കാര്യവും അറിയുന്നില്ലല്ലോ. എനിക്ക് പരിമിതികളുണ്ടല്ലോ എൻ്റെ അറിവിന്. എൻ്റെ അറിവിന് അതീതമായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ചോദിച്ചതിന് എനിക്കൊന്നും പറയാനില്ല. എന്നിട്ട് ജോബിനോട് ചോദിച്ചു, ദൈവത്തിന് ഉള്ളതുപോലെ ഒരു ഭുജം, ഒരു കരം നിനക്കുണ്ടോ? അതാണ് ആ വാക്കാണ് എന്നെ വളരെയേറെ ശ്രദ്ധിപ്പിച്ചത്. 40-ാം അധ്യായം 9-ാമത്തെ വാക്യം, ജോബ് 40:9. ദൈവത്തിനുള്ളതുപോലെ നിനക്ക് ഭുജമുണ്ടോ? ഉണ്ടോ? നിന്നെ കൊണ്ട് പറ്റുമോ? ദൈവം പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ നിനക്ക് പറ്റുമോ? ദൈവം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നിനക്ക് വല്ല അറിവുണ്ടോ? അറിവില്ലാത്ത ആലോചനകളാൽ, അറിവില്ലാത്ത വാക്കിനാൽ ആലോചനകളെ ഇരുളാക്കുന്നവൻ ഇവൻ ആർ എന്നാണ് ജോബിനെ കുറിച്ച് കർത്താവിന് പറയാനുള്ളത്. ജോബിന് ഒരക്ഷരം ഉണ്ടായിരുന്നില്ല. ജോബിന് മനസ്സിലായി, ഞാനില്ലെങ്കിലും ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കും. ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഈ ലോകം ഞാനില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ചുക്കും സംഭവിക്കില്ല. ഞാനില്ലെങ്കിലും ഈ സഭയ്ക്കൊരു ചുക്കും സംഭവിക്കില്ല. ഞാനില്ലെങ്കിലും ഈ സമൂഹത്തിനൊരു ചുക്കും സംഭവിക്കില്ല. ഞാനില്ലെങ്കിലും ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഒരു ചുക്കും സംഭവിക്കില്ല. പകരം മറ്റൊരാൾ. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സാവിത്രിക്ക് മറ്റൊരു ഭർത്താവ് വരുന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാവിത്രിയുടെ കാര്യമൊക്കെ കർത്താവ് പുഷ്പം പോലെ നോക്കിക്കോളും. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യം, മക്കളുടെ കാര്യം കർത്താവ് പുഷ്പം പോലെ നോക്കിക്കോളും. ഇപ്പൊ മരണം, ഇപ്പൊ നേരത്തെ പറഞ്ഞു മരണത്തിന് പ്രായമുണ്ടോ? മരണത്തിന് പ്രായം എത്രയാ? 80 വയസ്സ്. 70 അല്ലെങ്കിൽ മോശം പറഞ്ഞിട്ടുണ്ട് അല്ലേ? പക്ഷെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണം നവജാത ശിശുക്കളും മുതൽ വൃദ്ധരായവർ വരെ പല കാരണം കൊണ്ട്, അപകടം കൊണ്ട്, അസുഖം കൊണ്ടൊക്കെ കുറെ പേര് മരിച്ചുകൊണ്ടിരിക്കുക. ഒരു സെക്കൻഡിലും മരിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊന്നും അറിയണില്ലേ അത്? അപ്പൊ മരണത്തിന് പ്രായമില്ല. പക്ഷെ ഞാൻ ചിന്തിക്കരുത് ഞാനില്ലെങ്കിൽ ലോകം അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ഞാനില്ലെങ്കിൽ പുഷ്പം പോലെ നടക്കും. സാവിത്രിയുടെ കാര്യങ്ങളൊക്കെ പുഷ്പം പോലെ നടക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യങ്ങളൊക്കെ പുഷ്പം പോലെ നടക്കും. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, അപ്പനമ്മമാരുടെ കാര്യങ്ങൾ പുഷ്പം പോലെ നടക്കും. ദൈവം അവരെ രക്ഷിപ്പാൻ, പരിപാലിപ്പാൻ സർവശക്തനാണ്. നീയില്ല എന്നുള്ളതിൻ്റെ ഒരു കുറവ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ല. ഒരു പക്ഷേ നിനക്ക് ശേഷം നിന്നേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ അവസ്ഥ മാറുക. അതുകൊണ്ട് നാം അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജോബിൻ്റെ പുസ്തകം എടുത്ത് വായിക്കുന്നത് നല്ലതാണ്.
അപ്പം അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ ചില പുതിയ പുതിയ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. ഈ ലോകം ഇങ്ങനെ ചലിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സ്തോത്രം. അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണം, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, ക്രിസ്തുവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവും, എന്നാൽ ഞാൻ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്നത് എനിക്ക് നേട്ടവുമാണ്. ഈ വാക്കുകളൊന്നും വെറുതെ എടുത്ത് പ്രയോഗിക്കരുത്. വെറുതെ എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ കർത്താവിന് അത് ഇഷ്ടപ്പെടില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി അതിൻ്റെ തൊട്ടുപുറകിലുള്ള ചിന്തയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ കാര്യങ്ങൾ പറയണം. ഇപ്പോൾ ജോബിൻ്റെ സംഭവം നമ്മൾ കേട്ടു. നമ്മളില്ലെങ്കിലും ഈ ലോകം ചലിക്കും. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേലിൽ പുരോഹിതരുണ്ടായിരുന്നു. ദൈവത്തിനും ജനത്തിനും ഇടയ്ക്ക് നിൽക്കാൻ പുരോഹിതരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. ആരൊക്കെ ഉണ്ടായിരുന്നു? പുരോഹിതര്, പ്രവാചകന്മാർ, രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതത് കാലത്ത് അതത് രാജാക്കന്മാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏലി പുരോഹിതൻ യഹോവയുടെ കൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്തവനായിരുന്നു. ഏലി പുരോഹിതന് വയസ്സായി, മക്കളാണെങ്കിൽ ചുവൂല്ല. ഇങ്ങനെ പറയണ ആൾക്കാർ. അപ്പന് കണ്ണ് കാണാൻ പറ്റാണ്ടേ, മോന് പണി അറിയാണ്ടേ, പിന്നെ അങ്ങനെ കാര്യം നടക്കും. അപ്പന് കാണാൻ പറ്റണില്ല, മോനാണെങ്കിൽ പണി അറിയില്ല, പിന്നെ അങ്ങനെ കാര്യം നടക്കും. ഏലി പുരോഹിതനാണെങ്കിൽ വയ്യാണ്ടേ, വയസ്സനായി. മക്കളെ കൊണ്ടാണെങ്കിൽ ഇത് ആലയത്തിൽ ശുശ്രൂഷകൾ ചെയ്യാൻ പ്രാപ്തരല്ല. അവർ കന്നായ്മത്തനം പ്രവർത്തിക്കുക ആലയത്തിലിരുന്നു കൊണ്ട്. പുരോഹിതനാണെന്ന് വേഷം വെച്ച് കന്നായ്മത്തനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം എന്ത് ചെയ്തു? ഏലിയോട് ഒരു പുരോഹിതൻ വന്ന്, ഒരു ദൈവപുരുഷൻ വന്ന്, ഒരു പ്രവാചകൻ വന്ന് ഏലിയോട് പറയുന്നതാണ് 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 27-28 വാക്യങ്ങൾ. 1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 27-28 വാക്യങ്ങൾ. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. എന്റെ യാഗപീഠത്തിന്മേൽ കയറുവാനും ധൂപം കാട്ടുവാനും എന്റെ സന്നിധിയിൽ ഏഫോദ് ധരിപ്പാനും ഞാൻ അവനെ ഇസ്രായേലിന്റെ സകല ഗോത്രത്തിൽ നിന്നും എനിക്ക് പുരോഹിതനായി തിരഞ്ഞെടുത്തു. ഇസ്രായേൽ മക്കളുടെ സകല ദഹനയാഗങ്ങളെയും ഞാൻ നിന്റെ പിതൃഭവനത്തിന് കൊടുത്തു. ലേവി ഗോത്രത്തിനും പുരോഹിതനായി അഹരോനെയും തെരഞ്ഞെടുത്തു എന്നാണ് അതിന് പറയുന്നത്. ആകയാൽ തിരുനിവാസത്തിൽ അർപ്പിക്കാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? പുത്രന്മാര് ചെയ്യുന്നതാണ് ശരിയെന്ന് സമ്മതിച്ചു കൊടുത്തു. പുത്രന്മാരെ അവരെ ശാസിച്ച് നേർവഴിക്ക് കൊണ്ടുവരുവാൻ ഏലി പുരോഹിതന് കഴിഞ്ഞില്ല. ഇന്ന് പലർക്കും അങ്ങനെയാ. പല പാസ്റ്റർമാർക്കും മക്കളെ ദൈവമാർഗത്തിലൂടെ അച്ചടക്കത്തോടെ വളർത്താൻ പല പാസ്റ്റർമാർക്കും പല സഭാ നേതാക്കന്മാർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് പല സഭകളും തകർന്നുകൊണ്ടിരിക്കുക, മക്കളെ പ്രതി തകർന്നുകൊണ്ടിരിക്കുക. ഇനി 35-ാമത്തെ വാക്യം വായിച്ചേ. 1 ശമൂവേൽ 2:35. എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എനിക്ക് എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുമ്പാകെ നിത്യം പരിചരിക്കും. കണ്ടോ, ഏലി പുരോഹിതന് ശേഷം പൗരോഹിത്യം അവസാനിച്ചോ? ഇല്ല, മറ്റൊരാൾ അന്വേഷിച്ച് ആ ശുശ്രൂഷ ഞാൻ ഏൽപ്പിക്കുന്ന പറഞ്ഞു. രണ്ടാമത്തെ ആരെന്ന് പറഞ്ഞത് പുരോഹിതന്റെ പറഞ്ഞു. രണ്ടാമത്തെ പ്രവാചകന്റെ കാര്യം പറഞ്ഞു, ഇല്ലേ? പ്രവാചകന്റെ കാര്യം പറഞ്ഞു. ഏലിയാവ് നൈരാശ്യത്തിൽ പറഞ്ഞു, മതി കർത്താവേ, എനിക്കൊന്ന് ശുശ്രൂഷയൊന്നും വേണ്ട യഹോവേ, എനിക്ക് എങ്ങനെയും മരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏലിയയുടെ തീരുമാനത്തോടുകൂടി പ്രവചന ശുശ്രൂഷ ഇസ്രായേലിലുണ്ടായില്ലേ? പ്രവചന ശുശ്രൂഷ ഇസ്രായേലിനുണ്ടായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് 19:16 വായിച്ചാട്ടെ. ഏലിയയ്ക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് കർത്താവ് തീരുമാനിച്ച കാര്യം ഏലിയാവോട് പറയുന്നതെന്ന് വായിച്ചാട്ടെ. നിംഷിയുടെ മകനായ യേഹുവിനെ ഇസ്രായേലിന് രാജാവായി അഭിഷേകം ചെയ്യണം.
ആബേൽ മെഹോലയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ ഏലീശായെ നിനക്കു പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യുകയും വേണം. ഏലീശായെ നിനക്ക് പകരം അഭിഷേകം ചെയ്യണം. നിനക്ക് പകരം ഏലീശ ഈ ദൗത്യം ഏറ്റെടുക്കും. ഏലിക്ക് പകരം, ഏലി പുരോഹിതന് പകരം ഒരു പുരോഹിതൻ ഈ ദൗത്യം ഏറ്റെടുക്കും. രാജാവ്, ഇസ്രായേലിന്റെ രാജാവായിരുന്നു ശൗല്. ആദ്യ രാജാവായിരുന്നു. വളരെ ലക്ഷണമൊത്ത, നല്ല തോൾപ്പൊക്കവും ഉയരവും ഭയങ്കര ഫിറ്റായിട്ടുള്ളൊരു ബോഡി വയ്ക്കുമായിരുന്നു ശൗലിന്. പക്ഷെ ശൗലിനെ തൻ്റെ രാജസ്ഥാനത്ത് നിന്ന് കർത്താവ് നീക്കുവാൻ തക്കൊണ്ട് ഇവിടെ വന്നു. ആദ്യത്തെ രാജാവായതുകൊണ്ട് അവൻ തന്നെ തുടർന്നോട്ടെ എന്നല്ല ദൈവം തീരുമാനിച്ചത്, അവനെ മാറ്റുവാൻ തക്കവണ്ണം ഇടവന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ശമൂവേൽ 13:14. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ ശൗലിന് ശേഷം ഇസ്രായേൽ ഭരിക്കപ്പെട്ടുവെങ്കിൽ, ഏലി പുരോഹിതന് ശേഷം ഇസ്രായേലിൽ പൗരോഹിത്യം ഉണ്ടായിരുന്നു എങ്കിൽ, ഏലിയ പ്രവാചകന് ശേഷം ഇസ്രായേലിൽ പ്രവചന ശുശ്രൂഷ ഉണ്ടായിരുന്നുവെങ്കിൽ, നമുക്ക് ശേഷം എന്ത് സംഭവിക്കും? വല്ലതും സംഭവിക്കുമോ? നമ്മില്ലെങ്കിലും സുഖകരമായിട്ട് നടത്തും. സർവശക്തനാണ് കർത്താവ്. അവിടെ കർത്താവിനെ വെല്ലുവിളിക്കണ്ട. നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ തന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖപ്രസാദത്തിനനുസരിച്ച് ചെയ്യുക. ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. പൗലോസ് പറയുന്ന ക്രിസ്ത്യാനി, ഈ സമൂഹം പറയുന്ന ക്രിസ്ത്യാനിയായിട്ടല്ല, പൗലോസ് പറയുന്ന ക്രിസ്ത്യാനിയായിട്ട് നാം ജീവിക്കണം. കണ്ടോ, നാം ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ഒരു ഓപ്ഷൻ ഇങ്ങനെ വയ്ക്കുകയാണ് കർത്താവ്. 2 ഓപ്ഷനുകൾ. 1, ജീവിതം വേണോ മരണം വേണോ? ജീവിതം വേണോ മരണം വേണോ എന്നുള്ള 2 കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ നാം ഏത് തിരഞ്ഞെടുക്കും? ഇപ്പൊ കർത്താവ് എല്ലാവരും പിടിച്ച് കൊല്ലാൻ പോകുന്നതല്ല പറഞ്ഞിട്ടാ, അല്ലെങ്കിൽ മരണം, ഞാൻ ഇങ്ങനൊരു എൻ്റെ സങ്കല്പം പറയാ. ഇങ്ങനൊരു ഓപ്ഷൻ പൗലോസ് പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് എനിക്ക് ലാഭവുമാകുന്നു. ഇങ്ങനെ 2 തീരുമാനം എടുക്കാൻ പറഞ്ഞാൽ നാം എന്ത് തീരുമാനം എടുക്കും? അർത്ഥം പറയും, ഇപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും എൻ്റെ സന്നിധിയിൽ നിത്യതയിൽ നീ കാണപ്പെടും. ഇപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ, റോമാലേഖനം 8:1, ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നീ മരിക്കുകയാണെങ്കിൽ നീ എൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. അതല്ല, നിനക്ക് ജീവിക്കാനാണ് നീ താല്പര്യമെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം. ഇതിലേത് നാം തിരഞ്ഞെടുക്കും? നമുക്കിപ്പോൾ ഒരു മരണം നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ തീർച്ചയായും നാം നശിക്കില്ല. നമ്മുടെ ആത്മാവ് നിത്യതയിൽ കർത്താവിനോട് കൂടെ ഉണ്ടാവും. കർത്താവ് പറയാണ്. അതേസമയം ജീവിക്കാനാണെങ്കിൽ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്റെ കന്നായത്തരം കൊണ്ട് ജീവിക്കരുത്, നീ എൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കണം. 2 കൊരിന്ത്യർ ലേഖനം 5:15 പറയുന്നു, ജീവിച്ചിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവരായ നാം നമുക്കായി മരിച്ചിട്ട് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കണം. 5:15 വായിച്ചോട്ടെ. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പറ്റുമോ? ജീവിതമാണ് നിങ്ങളുടെ മുമ്പിലെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ? എന്തിനെങ്ങനെ ജീവിതത്തിന്റെയും മരണത്തിന്റെ ഇടയിൽ കിടന്ന് നാശം? അപ്പൊ അതുകൊണ്ട് ഞാൻ മരിക്കാനായിട്ട്, കെട്ടിത്തൂങ്ങാനായിട്ട്, അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിക്കാൻ, ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു എന്ന് പറയരുത്. അതല്ല, നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ വേണ്ട. നമ്മുടെ ജീവിതം കൊണ്ടായാലും മരണം കൊണ്ടായാലും പ്രയോജനം വേണമെന്ന്, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വേണമെന്ന്. മരിക്കുകയാണെങ്കിൽ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവ് മരിക്കുമ്പോൾ എന്നോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ ജീവിക്കുമ്പോഴും കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ നാം എന്ത് ചെയ്യണം? കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരിക്കണമെങ്കിൽ നാം കർത്താവ് പറയുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്യാണ്ട് അനുസരിക്കണം. ചോദ്യം ചെയ്യാണ്ട് അനുസരിച്ച് ദൈവാത്മാവ് പറയുന്നത് പോലെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്ന് വേണമെങ്കിലും മരിച്ചോട്ടെ, എന്ന് വേണമെങ്കിലും കർത്താവ് വന്നോട്ടെ, നാം കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും.
മരിക്കണോ ജീവിക്കണം തീരുമാനം അറിയിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു സങ്കല്പം അല്ലെങ്കിൽ എൻ്റെ ഒരു ഭാവന ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ദൈവം അങ്ങനെ ഒരു ഇത് തോന്നുകയാണെങ്കിൽ. അപ്പോൾ ഹിസ്കിയ രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹിസ്കിയ രാജാവിനോട് പ്രവാചകൻ വന്ന് പറഞ്ഞു, നീ മരിക്കാറായി. വായിക്കാം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നീ മരിക്കാറായി, നീ മരിക്കും, നിന്റെ രോഗമൊന്നും നീ സൗഖ്യമാക്കില്ല. അപ്പൊ നിന്റെ കാര്യങ്ങൾ നീ ചെയ്യാൻ അങ്ങനെയും കർത്താവ് ഒരു അളവ് ചെയ്തു കൊടുത്തല്ലോ. കാരണം കർത്താവിന്റെ നാമത്തിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ഹിസ്കിയാവ് ചെയ്തിട്ടുണ്ട്. പിതാവായി ദാവീദിനെ പോലെ ചില നല്ല കാര്യങ്ങൾ യഹോവയുടെ നാമത്തിൽ അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കൊരു ഇളവ് ഹിസ്കിയാവേ, നിന്റെ കാര്യങ്ങൾ നിനക്ക് ക്രമീകരിക്കാനുണ്ടെങ്കിൽ ക്രമീകരിച്ചോ, നിന്റെ രോഗം വന്ന് നീ മരിക്കും. അപ്പോൾ ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തേണേ, എന്തെല്ലാം നല്ല പ്രവർത്തികളാണ് നിന്റെ നാമത്തിൽ ചെയ്തേ, നിന്റെ രാജ്യത്തിൽ നിനക്ക് വേണ്ടി നിന്റെ നാമത്തിന് യഹോവയുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തേ എന്നൊക്കെ പറഞ്ഞപ്പോൾ, എന്നാൽ ശരി, നിനക്ക് ഞാൻ ഒരു 15 വർഷം ആയുസ് നീട്ടിത്തരാം. ആ പ്രവാചകന്മാരനോട് പറഞ്ഞു, നീ ഹിസ്കിയാനോട് പറയേ, നീ മരിക്കില്ല, അപ്പോൾ നിനക്കൊരു 15 വർഷം കൂടി ഞാൻ ആയുസ് നീട്ടിത്തരാം. ഈ 15 വർഷം ആയുസ് നീട്ടി കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടിട്ടൊക്കെ ഹിസ്കിയാവ് യഹോവയോട് പ്രാർത്ഥിച്ചു. വളരെ സന്തോഷത്തോടെ യഹോവയെ സ്തുതിച്ചു. പക്ഷെ ഈ 15 വർഷത്തിനിടയിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയൂ? ദുഷ്ടനായ ഒരു സന്തതിക്ക് ജന്മം നൽകുവാനിടയായി. ദുഷ്ടനായ മനശ്ശെ എന്ന ഒരു മകന് ജന്മം നൽകുവാനിടയായി. ഈ 15 വർഷത്തിനിടയിലെ ജനനം. കാരണം ഹിസ്കിയാവ് മരിച്ചതിന് ശേഷം 12-ാമത്തെ വയസ്സിലാണ് മനശ്ശെ യഹൂദ രാജാവാകുന്നത്. വായിക്കാലോ, അറിയാലോ. ദുഷ്ടസന്തതിക്ക് ജന്മം കൊടുത്തു. അങ്ങനെ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ ക്രമപ്പെടുത്താനുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞാൽ ക്രമപ്പെടുത്തുക, വേറെ നീക്കുപോക്കിനൊന്നും നിൽക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നടക്കട്ടെ. നാമായിട്ടൊരു തീരുമാനമെടുത്ത് നടപ്പാക്കരുത്. ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം പ്രവർത്തിക്കട്ടെ. നമ്മെ രക്ഷിക്കാനായാലും നമ്മുടെ ഈ ഭൂമിയിൽ നിലനിർത്താനായാലും നമ്മളെ ദൈവത്തിലേക്ക് എടുക്കാനായാലും ദൈവം തീരുമാനിച്ചോട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക മാത്രം ചെയ്യാൻ മതി. അങ്ങനെ നിന്ന് കൊടുക്കുമ്പോൾ നാം ജീവിച്ചാലെന്ത്, മരിച്ചാലെന്ത്? ക്രിസ്തുവിനോട് കൂടെയല്ലേ, നമുക്കെന്ത് നഷ്ടം വരുമോ? നമ്മൾ ഈ ഭൂമിയിൽ ഏറെക്കാലം എത്രയാ, 90 വയസ്സോ 100 വയസ്സോ ജീവിച്ചിട്ട്, ദുഷ്ടനായി ജീവിച്ചിട്ട്, സന്തോഷത്തിനനുസരിച്ച് ജീവിച്ചിട്ട്, ആ വയസ്സിലൊക്കെ നമ്മൾ മരിച്ച് നിത്യനരകത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താ കാര്യം? അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ക്രമപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന പറയുക. സഭയോട്, എന്നെ കേൾവിക്കാരോട് ഞാൻ പറയുക, ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ തോന്നലല്ല, നമ്മുടെ തീരുമാനമല്ല, ദൈവമായ കർത്താവായിട്ട് നമ്മോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ അങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ചെയ്യുക. ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണോ താല്പര്യം? സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിച്ചുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക. അതല്ല, താല്പര്യമില്ലെങ്കിൽ ക്രിസ്തു എന്ന ആ ക്രിസ്ത്യാനി എന്ന പദവി ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചോ. എൻ്റെ നാമധേയത്തിൽ നീ ജീവിക്കണ്ട. എന്തിനെങ്ങനെ നാറ്റിക്കണം നാമം? ദൈവത്തിൻ്റെ നാമം ഇങ്ങനെ നാറ്റിക്കണേ ജാതികളുടെ ഇടയിൽ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് എന്തിനെങ്ങനെ നാറ്റിക്കണേ? ഒരിക്കലും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ഈ നാമം വഹിച്ചുകൊണ്ട് ഞാൻ സഭയിൽ പോണ ആളാണ്, ഞാൻ കൂട്ടായ്മയുള്ള ആളാണ്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ആളാണ്, സ്നാനപ്പെട്ട ആളാണ്, ഞാൻ ക്രിസ്ത്യൻ രക്ഷിക്കപ്പെട്ട ആളാണ്, എന്തിനാ അങ്ങനെ ജീവിക്കുന്നേ? ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കേ. ഞാനല്ല അത് പറയണേ, കർത്താവ് പറയണത്. എനിക്ക് നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കർത്താവാണ്, കർത്താവിൻ്റെ വചനം പറയാനായിട്ട് കർത്താവ് ഏൽപ്പിച്ച കാര്യം പറയുന്നത്. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവായി ജീവിക്കേ. അങ്ങനെ നീ എന്നായാലും നമ്മുടെ മരണമൊക്കെ കർത്താവ് തീരുമാനിക്കും. ഇന്നലെ എന്നാ മരിക്കണ്ടേ, എത്ര വയസ്സിൽ മരിക്കണം, എങ്ങനെ മരിക്കണം, കർത്താവ് തീരുമാനിക്കും. അങ്ങനെ മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ പോവാലോ, സന്തോഷത്തോടെ പോവാലോ. ഞാൻ സാഹചര്യത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുന്ന യാത്ര ചെയ്ത് പോണ ആളാണ്. റോഡിലൊക്കെ നിത്യേന അപകടങ്ങളും കാര്യങ്ങളും, അതുമാതിരി അസുഖങ്ങൾ, ചില അസുഖങ്ങളൊക്കെ എനിക്കുണ്ട്, ചില വിട്ടുമാറാത്ത അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് മരണകരമല്ലെങ്കിലും പക്ഷെ അത് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ
എന്താ ക്രമക്കേടുകൾ നടക്കുന്നത് നമുക്കറിയില്ല അല്ലേ. പെട്ടെന്ന് സുപ്രഭാതത്തിൽ കുഴഞ്ഞു വീഴാണ്. എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ബാബു എന്ന ഒരാൾ 60 വയസ്സാണ്, 61 വയസ്സാണ് ബാബു എന്ന് പറഞ്ഞത്. രാത്രി അദ്ദേഹത്തിനെ കണ്ടില്ല, എന്നും അദ്ദേഹം അവിടെ വീട്ടിലുണ്ടാവാറുണ്ട്. ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. രാവിലെ ഞാൻ നടക്കാനായിട്ട് ഇറങ്ങും, ഒരു 6-6:30 സമയത്ത് നടക്കാനായിട്ട് പ്രഭാത നടത്തത്തിന് ഇറങ്ങും. അപ്പോൾ ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ മുത്തശ്ശി പറയണ്, ചന്ദ്രമ്മായി പറയണ്, മോനെ ആ ബാബു മരിച്ചു എന്നല്ലേ രാത്രി അറിഞ്ഞില്ലേ എന്ന്. ഞാൻ അറിഞ്ഞില്ലേ, ഞാൻ വെട്ടിപ്പോയി. ഒരു കേടുമില്ലാത്തൊരു മനുഷ്യനാ. മുമ്പ് ഹൃദയപരമായി ഇത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരിക്കലും മരിക്കും ചിന്തിച്ചില്ല. അതുപോലെ തന്നെ ഞങ്ങൾ മുമ്പ് തേലപ്പള്ളിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു ബെന്നി എന്ന് പറഞ്ഞ യുവാവ്, അവിടെ ഹൗസ് ഓണറുടെ ഒരു സഹോദരപുത്രനാണ്. അദ്ദേഹം 55 വയസ്സുള്ളൂ. അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചു. അപ്പം എന്ത് ക്രമക്കേടുകളാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ, ചെക്കപ്പൊക്കെ നടത്തുമ്പോഴോ നമുക്കറിയുള്ളൂ. ഇതൊന്നും അറിയാണ്ട് നമ്മുടെ എന്താ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറയണത്, എപ്പോഴായാലും നമ്മൾ എപ്പോൾ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, സന്തോഷം മാറ്റിവെച്ച്. അതോ മരണം നമ്മൾ വിടണമെങ്കിൽ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, സന്തോഷത്തോടുകൂടി. കാരണം സന്തോഷത്തോട് സ്വീകരിക്കണമെങ്കിൽ ഇത് വേണം കേട്ടോ, ഞരങ്ങാതെ സന്തോഷത്തോട് സ്വീകരിക്കണം. എന്ത് വേണം? ക്രിസ്തുവിനോടുകൂടെ നാം ജീവിച്ചിരിക്കുക, ക്രിസ്തുവിനോടുകൂടെ നാം ജീവിച്ചിരിക്കുക, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക. അങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കും, നാളെ മുതൽ ഞാൻ ജീവിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, അതല്ല ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കത് വളരെ ലാഭം. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഒരിക്കലും മരണം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ, ഏത് പ്രായത്തിലായിട്ട് മരണം നമ്മുടെ മുന്നിൽ വരും, നമ്മൾ ക്രിസ്ത്യാനിയായതുകൊണ്ട്, ക്രിസ്തുവിനോടുകൂടി ഉള്ളതായതുകൊണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നമ്മൾ നിത്യതയിൽ കർത്താവിനോടുകൂടി കാണപ്പെടും. അപ്പം അതും ഭാരപ്പെടേണ്ട കാര്യമില്ല. ഇത് ചിന്തിച്ചാൽ മതി, നമ്മുടെ ജീവിതം നമ്മുടെ മുന്നിലുണ്ട്. നാളെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ജീവിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം ജീവിക്കുക, അല്ലെങ്കിൽ ആ നാമം പേറേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ബലമായിട്ടൊന്നല്ല ഈ ഒരു നമ്മുടെ മേത്ത് വെച്ച് തന്നു, ബലമായിട്ടൊന്നല്ല അല്ലേ. സ്വയം ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കാനാണ് കർത്താവ് പറയുന്നത്. കർത്താവ് നിർബന്ധം പറഞ്ഞിട്ടില്ല. ക്രൂശ് എടുക്കുന്നുണ്ടെങ്കിൽ സ്വയം ത്യജിക്കണം, അതിനുശേഷം ക്രൂശ് എടുക്കണം. അത് മാത്രം പോരാ, സ്വയം ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം. എങ്ങടാ തൻ്റെ യാത്ര? ക്രിസ്തുവിൻ്റെ യാത്ര എങ്ങടാ? ക്രിസ്തുവിൻ്റെ യാത്ര പിതാവിൻ്റെ സന്നിധിയിലേക്ക്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലെത്തുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യുവ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാം നല്ല രീതിയിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട്ടിൽ പോയി നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി വായിക്കുക, മനസ്സിലാക്കുക. ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എൻ്റെ ഈ സമയം ഞാനിവിടെ ഉപയോഗിച്ച് വ്യർത്ഥമല്ല എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ദൈവസഭയ്ക്ക് ഞാൻ കൈമാറുകയാണ്. ദൈവനാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ.